ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇവിടെ സ്വന്തം സാറ്റൻ ഫിക്സ് വിമൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. ലൈക്ക് നമ്മൾ ജനുവരി 1 തീയതിയാണ് കണ്ടത്, ന്യൂ ഇയറിൻ്റെ അന്ന്. ഇന്ന് മാർച്ച് 22 ആണ്. സോ എത്ര പെട്ടെന്നാണ് സമയം പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ 10-ലായി. അതായത് 9th എക്സാം കഴിഞ്ഞു. ഫെബ്രുവരി കഴിഞ്ഞതാണ് ആനുവൽ എക്സാം കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ സ്കൂളിൽ നേരത്തെ 9th എക്സാം കഴിഞ്ഞ് 10th ക്ലാസ് ഒരു 4 days ലീവ് ഇട്ടിട്ട് 10th ക്ലാസ് തുടങ്ങി. 10th ക്ലാസ് തുടങ്ങി. അന്ന് പുതിയ ബാച്ച് പിരിച്ചു. കൂട്ടുകാരന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിറ്റായി. അത് കുഴപ്പമില്ല. നമ്മൾ കാര്യം മക്കൾ നമ്മളെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണാം, ഒന്നും തീരില്ല. കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 10th ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. സത്യം പറയാം, 9th എളുപ്പമാണ് 10th. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് വെച്ച് ഞാൻ പറയുമ്പോൾ 10th ഭയങ്കര എളുപ്പമാണ്. 9th അപേക്ഷിച്ച് നോക്കുമ്പോൾ 9th ഭയങ്കര പാടായിരുന്നു. 10th വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് ട്രിഗ്നോമെട്രി പോലത്തെ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മാക്സിമം സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 20th അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മാർച്ച് 20th അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനറിയാം, എൻ്റെ അടുത്ത് കൂട്ടുകാരന്മാർ പറഞ്ഞിരുന്നു അവന്മാർ വരും, എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. 2 പേര് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു സർപ്രൈസ് കൊണ്ടാണ് അവന്മാർ വന്നത്. എനിക്കൊരു ഗിഫ്റ്റ് അവന്മാർ തന്നു. സ്വയം എൻ്റെ ആ ഒരു ഗിഫ്റ്റ് തന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്ന അവന്മാർ തന്നെ പറയുന്നുണ്ട്, ഭയങ്കര നാച്ചുറൽ ആണെന്നൊക്കെ അവന്മാർ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഗിഫ്റ്റ് കിട്ടുന്നത്. അതായത് വലിയ ആഡംബരമായിട്ടുള്ള ഗിഫ്റ്റൊന്നുമില്ല. ഒരു നോർമൽ ഫുട്ബോളിനെ പ്രേമിക്കുന്ന ഒരു ബോയ്ക്ക് കിട്ടേണ്ട ഗിഫ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം കേട്ടോ. വേറെ സാധനം കൂടെ കാണിച്ചാൽ കേട്ടോ. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇതാണ് വേറെ സാധനം കേട്ടോ. ഒരു റിങ്ങാണ്. ഈ റിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് സ്കൂളിൽ ഞാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയപ്പോൾ ബർത്ത്ഡേയാണ് ഇട്ടുകൊണ്ട് പോയപ്പോൾ തന്നതാണ് കേട്ടോ. അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗിഫ്റ്റ്, ഒരു റിങ്, പ്യൂമാന്ന് എഴുതിയേക്കുന്ന ഒരു റിങ്ങാണ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. പ്യൂമയുടെ സിമ്പിൾ ഉണ്ട്. അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ ആഡ് ചെയ്യാം. സോ നിങ്ങൾ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരൂ. അത് എങ്ങനെയായിരുന്നു അഭിപ്രായം പറയണം കേട്ടോ. എന്നാ ബർത്ത്ഡേ ആയിട്ട് പരിപാടി? കിടന്നിറക്കാം, സമാധാനം. ഞങ്ങളും പഠിച്ചില്ല. ഇറങ്ങി കിടന്നിറങ്ങല്ലേ. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, നാച്ചുറൽ തുറക്കണം. അതാണ് ഞങ്ങളുടെ വീടിന്റെ മെയിൻ. ഓ ബ്രോ, ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് അവന്മാരും അവന്മാരുടെ ടീംസൊക്കെ ഇങ്ങനെയാണ്. പെട്ടെന്നൊന്ന് സർപ്രൈസ് ഒക്കെ തരും. റിയൽ ഫ്രണ്ട്സാണ് കേസ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവന്മാർ വന്നു. പരിപാടികളൊക്കെ നടത്തിയത് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു. കുറേ നാൾ ഫുട്ബോൾ കളിച്ചു. അതിന് ശേഷം എൻ്റെ അമ്മ കുറച്ച് പൈസ വെച്ചിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മ വരും എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പോയതാണ്. അത് ആ പൈസയ്ക്ക് അമ്മ വേറെ പോയി ഞങ്ങൾ ചായ വാങ്ങിച്ച് കുടിച്ചു. കടയിൽ പോയിട്ട് 4 ചായയും 2 ലേസൊക്കെ വാങ്ങിച്ചൊക്കെ തിന്നു. കടി പറയാനാണ് ഇരുന്നത്, പക്ഷേ കടിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ലേസ് വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആട് 3 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നല്ല പടമാണെന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പേര്. സോ ഒന്ന് കാണണം. അപ്പോൾ അത് കൂട്ടുകാരന്മാരായിട്ട് എല്ലാവരുമായിട്ട് തിയേറ്ററിൽ പോയി കാണാമെന്നാണ് പ്ലാൻ. അപ്പോൾ നെക്സ്റ്റ് വീക്കായിരിക്കും പോണത്. ഇപ്പോൾ മാർച്ച് 22 ആണ്. മേ ബി നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഒരു ഏപ്രിൽ വെച്ചോളൂ. ഏപ്രിലായിരിക്കും പോണത്. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ പ്രത്യേകിച്ച് പരിപാടി ഒന്നും. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മരണം ഉണ്ടായിരുന്നു. സോ എനിക്കത് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേപോലെ ഒരു മരണം ഇപ്പോഴും ഉണ്ട്. മരണത്തിൻ്റെ ഒരു കേസ് ഇപ്പോഴും പോകുന്നുണ്ട്. സോ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഒന്നും ബർത്ത്ഡേ വലിയ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പഴയ പോലെ ഒരു എൻജോയ്മെൻ്റ് ഒന്നുമില്ല. സോ അതങ്ങനെ കഴിഞ്ഞ ഒരു നോർമൽ ദിവസം പോലെ. പിന്നെ ഫ്രീ ഫയർ ഒക്കെ കളിച്ച് മരിച്ചു, അത്രേ ഉള്ളൂ. അത് കുറേ കളിച്ചു ഫ്രീ ഫയർ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ വീട് ചേട്ടന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാഫിലിൻ ഫ്ലാറ്റിൽ നിന്ന് വീട് മാറിയ വീട്ടിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് മാറി ഈ ഒരു മാർച്ചിലെങ്ങാണ്ടാണ് ഞാൻ മാറിയത്. മാർച്ചാണ് ഫെബ്രുവരിയാണ്, ഒന്നും ഓർമ്മയില്ല. ഫെബ്രുവരി അവസാനം മാർച്ച് തുടക്കം കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. ഇതാണ് കേട്ടോ വീട്. അപ്പോൾ വീടിൻ്റെ ഒരു സ്പെഷ്യൽ ഹോം ടൂർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഹോം ടൂർ വരുന്നു, പക്ഷേ എടുക്കാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം മറ്റേ ഇതില്ലല്ലോ, മറ്റേ എക്സാം ഒന്നും ഇല്ലല്ലോ, വെക്കേഷൻ ആണല്ലോ കുഴപ്പമില്ല. സോ സുഖമായിട്ട് നമുക്ക് എത്തി. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ മേ ബി ചിലപ്പോൾ ഒരു ആട് 3 കാണാൻ പോണതിൻ്റെ ഒരു വീഡിയോ വരാം ചിലപ്പോൾ കേട്ടോ. കാരണം എനിക്ക് അവന്മാരുടെ മുമ്പ് വെച്ച് ഈ വീഡിയോ എടുക്കണമെന്ന് ശരിയല്ല, അവന്മാർ ട്രോൾ എടുത്തിട്ട്. സോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാം, എന്നിട്ട് വീട്ടിൽ വന്ന് വോയിസ് ഓവർ ചെയ്യണമെന്ന് സെറ്റ് ചെയ്യാം. അതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നമ്മൾ മറ്റേ പിറവം ഷാപ്പിലൊക്കെ പോയ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തില്ല, അതേപോലെ വോയിസ് ഓവർ, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ കൊടുക്കാം. അത് മതി. വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലേ അവർ എന്നെ ഇറക്കിയിട്ട്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. ആ ഒരു സംഭവമൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന, ഓക്കെ, ബയണിക്കിൻ്റെ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന 2 പിക്കുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്.
വളരെ ഷോർട്ട് വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ. ചിലപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരിക്കും, പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഒരു നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ മാർച്ച് 22-നാണ് ഷൂട്ട് ചെയ്യണം. എൻ്റെ വീട്ടിൽ വൈഫൈ ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല, പുതിയ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട്. സോ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. വൈഫൈ വന്നാൽ മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ചിലപ്പോൾ വീഡിയോ ലേറ്റ് ആവും, പറയാൻ പറ്റില്ല. സോ എന്താണോ കാണുന്നത് അന്ന് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. എല്ലാം പഴയ പോലെ അടിച്ച് പൂശി തരാറില്ലേ. ഓക്കെ, സോ മൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, പിന്നെ കാണാം. Talk to me, numbers never lie, add it up, that's me. Ini rasa ni kau bandalu, janda ya wani kalu, kirmi pakai kuda matane, ina bukti ni soda lu tapi. So here we go. Acontece, me grita, acontece, me levanta. No KG, ultimately, that's a guarantee. Talk to me, numbers never lie, add it up, that's me.